കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതേയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം.
ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സുന്ദരമായ ഒരു തിരുവചനത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം നമുക്ക് വളരെ സുപരിചിതമാണ്. ആ വചനം ഇങ്ങനെയാണ്: കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കള്ളൻ വരുന്നത് മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ്റെ സമൃദ്ധിയിൽ നിങ്ങളെ കൊണ്ടു നടക്കാനാണ്. പ്രിയമുള്ളവരെ, 2 രീതിയിൽ നമുക്കിവിടെ ജീവിക്കാം. ഒന്നുകിൽ ജീവനില്ലാത്തവരെ പോലെ, അങ്ങനെ ആയിരിക്കാം നമുക്ക്. ജീവനില്ലാത്തവരെ പോലെ നമ്മുടെ അനുദിന വ്യാപാരങ്ങളിലും അനുദിന ജീവിതത്തിലും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ജീവിതശൈലി കൊണ്ട് നടക്കാം. ജീവനില്ലാത്തവർ, മൃതർ. അല്ലെങ്കിൽ ജീവൻ്റെ സമൃദ്ധിയിൽ നമുക്കിവിടെ വാഴാം. നമ്മളെങ്ങനെയാണ്? കർഷകനാവട്ടെ, കച്ചവടക്കാരനാവട്ടെ, ജോലിക്കാരനാവട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ, മുതിർന്നവരാവട്ടെ, നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മളൊന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ ദൈവം മനുഷ്യന് ജീവൻ നൽകുന്നത് വായിക്കുന്നത്. ദൈവമായ കർത്താവ് മനുഷ്യൻ്റെ നാസാരന്ധ്രത്തിലേക്ക് ജീവശ്വാസത്തെ ഊതി അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു എന്നാണ് തിരുവചനം എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവമാണ് തൻ്റെ തന്നെ ജീവനെ പകുത്തു നൽകി അങ്ങനെ നമ്മളെ അവിടുന്ന് ജീവനുള്ളവരാക്കി എന്നാണ് തിരുവചനം പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ തുടർന്ന് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആദ്യത്തെ ലക്ഷണം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലാണ് ആദ്യത്തെ ലക്ഷണം കാണുന്നത്. ജീവൻ്റെ ലക്ഷണം, ജീവൻ്റെ സമൃദ്ധിയുടെ ലക്ഷണം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. എന്താണ് ലക്ഷണം? അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യത്തെ പുരുഷൻ്റെ മുൻപിലേക്ക് ആദ്യത്തെ സ്ത്രീ, അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിൻ്റെ മുൻപിലേക്ക് ആദ്യത്തെ ഭാര്യ കടന്നു വരികയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അവളെ കണ്ട മാത്രയിൽ അവൻ പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്? ഇതാ ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും, നരനിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും. നോക്കൂ, ജീവൻ്റെ വാക്കുകൾ, എന്ത് ആനന്ദമുള്ള വാക്കുകൾ, എന്ത് അർത്ഥമുള്ള വാക്കുകൾ, എന്ത് ആഴമുള്ള ബന്ധം. അവനും അവളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ആ വാക്കുകൾക്കകത്തുണ്ട്. ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ എന്ത് ആഴമുള്ള ബന്ധം, എന്ത് ജീവനുള്ള ബന്ധം, എന്ത് ജീവനുള്ള വാക്കുകൾ, എന്ത് തൂക്കമുള്ള വാക്കുകൾ. ഇതാണ് ജീവനുള്ള മനുഷ്യൻ്റെ ജീവിതശൈലി. അവൻ്റെ വാക്കുകൾക്ക് വലിയ തൂക്കമുണ്ട്, അവൻ്റെ കണ്ണുകൾക്ക് തിളക്കമുണ്ട്, അവൻ്റെ നടത്തത്തിലും അവൻ്റെ ജീവിതത്തിനും ഒക്കെ ഈ ഒരു സൗന്ദര്യമുണ്ട്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:23 കാണുന്നത്. ആ ബന്ധത്തിന് എന്താഴം, ജീവനുള്ള ബന്ധം. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുപറ്റി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ഇനി മറ്റൊരു വാക്യത്തിലൂടെയും നമ്മൾ ഈ ജീവൻ്റെ സമൃദ്ധിയെ കാണണം. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ്. ആ വാക്യം എന്താ പറയുന്നത്? പുരുഷനും അവൻ്റെ ഭാര്യയും, അതായത് ഈ ജീവൻ പങ്കുപറ്റിയ, ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുപറ്റി ജീവൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ച് പറയുകയാണ് അവിടെ. ഉൽപ്പത്തി 2:25. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു അവർ, പക്ഷേ അവർക്ക് ലജ്ജ തോന്നിയില്ല. ഇത് സുന്ദരമായ വചനമാണത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ കുറവ് ശരീരത്തിൻ്റെ നഗ്നതയാണെന്ന് കൂട്ടുക. അങ്ങനെ ഒരു കുറവ് അനുഭവിക്കുന്ന മനുഷ്യരെയാണ് നമ്മളവിടെ കണ്ടുമുട്ടുന്നത്. ഏറ്റവും വലിയ കുറവാണത്. പക്ഷെ ആ കുറവിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. എന്തൊരു സ്വാതന്ത്ര്യമാണ് അവിടെ. ആ കുറവിനകത്തും അവർക്കെന്തോ ഒരു നിറവാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ജീവൻ്റെ സമൃദ്ധിയിൽ പങ്കുപറ്റി നമ്മളിവിടെ ജീവിക്കുക. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളിവിടെ ജീവിക്കുന്നത് ഈ ജീവൻ്റെ സമൃദ്ധിയിലാണോ? തിളക്കത്തിൽ,
സംതൃപ്തിയിൽ, എനിക്കെൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് തികഞ്ഞ സംതൃപ്തി, എൻ്റെ മക്കളെക്കുറിച്ച് തികഞ്ഞ സംതൃപ്തി, എൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് തികഞ്ഞ സംതൃപ്തി. ഇത് മതി, ഈ സന്തോഷം മതി. ഇതാണ് സമൃദ്ധമായ ജീവനിൽ അവൻ നമ്മെ കൊണ്ടു നടക്കും എന്ന് പറഞ്ഞത്. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഇതിന് വിപരീതമായി മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതായത് ജീവൻ്റെ സമൃദ്ധിയിൽ വളരെ ആഹ്ലാദത്തോടും വളരെ ആനന്ദത്തോടും തികഞ്ഞ സംതൃപ്തിയോടും കൂടി അവനോട് തന്നെ സംതൃപ്തിയുണ്ട്, അവൻ്റെ ജീവിത പങ്കാളിയോട് സംതൃപ്തിയുണ്ട്, ദൈവത്തോട് സംതൃപ്തിയുണ്ട്, അങ്ങനെ പ്രകൃതിയോട്, അവൻ ജീവിക്കുന്ന പ്രകൃതിയോട് സംതൃപ്തിയുണ്ട്. ഇങ്ങനെ ജീവൻ്റെ നിറവിൽ അവൻ ജീവിക്കുമ്പോഴാണ് ഈ ജീവനെ അവനിൽ നിന്നും തട്ടിയെടുക്കാൻ, പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ശ്രമം ഈ ജീവൻ, ഈ സംതൃപ്തി, ഈ സമൃദ്ധി, ഈ ദൈവത്തിൻ്റെ ജീവനിലുള്ള ഈ ആനന്ദകരമായ അനുഭവത്തിൽ നിന്ന് അവനെ തട്ടിത്തെറിപ്പിക്കുക. അങ്ങനെയാണ് അവനിലെ ജീവനെ മോഷ്ടിക്കാൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, കള്ളൻ വരുന്നത് മോഷ്ടിക്കുക. എന്ത് മോഷ്ടിക്കുക? എൻ്റെ ഉള്ളിലെ ജീവൻ്റെ സമൃദ്ധിയെ മോഷ്ടിക്കുക, എന്നിട്ട് എന്നെ ജീവനില്ലാത്തവനായി, മൃതപ്രായനായി, ഇവിടെ അസംതൃപ്തനായി ഇവിടെ ജീവിക്കാൻ അനുവദിക്കുക. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ, പിശാച് വരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണാം, അവൻ തക്കം പാർത്ത് ഈ ജീവനെ മോഷ്ടിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഹവ്വായെ ഈ ജീവനെ മോഷ്ടിക്കാൻ തക്കവണ്ണം പ്രലോഭിപ്പിക്കുന്നത്. ഈ പ്രലോഭനത്തിൽ ഹവ്വയും തുടർന്ന് ആദവും ഒക്കെ ഈ പ്രലോഭനത്തിന്, സാത്താൻ്റെ ആഗ്രഹം എൻ്റെ സമൃദ്ധമായ ജീവനെ എന്നിൽ നിന്നും മോഷ്ടിച്ച് എന്നെ ജീവനില്ലാത്തവനായി ഇവിടെ ഇഴഞ്ഞു നടക്കാൻ എന്നെ അനുവദിക്കുക. ഇതാണ് സാത്താൻ്റെ ലക്ഷ്യം. അങ്ങനെ ആദത്തെയും ഹവ്വയെയും അവൻ ജീവൻ്റെ സമൃദ്ധി അല്ലെങ്കിൽ ജീവനില്ലാത്തവരായി മാറ്റുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തുടർന്ന് നമ്മൾ കാണുന്നത് എന്താ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിൽ ഉലാത്താൻ വന്നു. ഉലാത്തുന്നതിൻ്റെ കാലടി ശബ്ദം മനുഷ്യൻ കേട്ടു. ഇന്നലെ ആ കാലടി ശബ്ദം കേട്ടിട്ട് ഓടിച്ചെന്ന് ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ച് ആ ഏദൻ തോട്ടത്തിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്ന മനുഷ്യർ ഇന്ന് ആ കാലടി ശബ്ദം കേട്ടപ്പം ഭയന്ന് വിറച്ച് നിലവിളിച്ച് അവർ മരത്തിൻ്റെ മറയിലൊളിച്ചു. കാരണം ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് ഭയം അവനെ പിടികൂടും. പിന്നെ ഒളിച്ചേ അവന് നടക്കാൻ പറ്റുള്ളൂ, അവന് തല ഉയർത്താൻ പറ്റണില്ല. ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട മനുഷ്യൻ. അപ്പോഴാണ് ദൈവമായ കർത്താവ് വിളിച്ചു ചോദിക്കുന്നത്, ആദം നീ എവിടെ? നോക്കണം, ജീവനില്ലാത്ത, ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട ആദത്തോടാണ് ദൈവം വിളിച്ച് ചോദിക്കുന്നത്, നീ എവിടെയാണ്? അടുത്ത ചോദ്യം, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം, കനി നീ തിന്നോ? ജീവനില്ലാത്ത മനുഷ്യനോടാണ് ഈ ചോദ്യം, മൃതപ്രായനോടാണ് ഈ ചോദ്യം. അപ്പോൾ തന്നെ അവൻ അതിൻ്റെ ലക്ഷണം കാണിച്ചു. അവൻ അപ്പോളെ കൈയൊഴിഞ്ഞു. ഞാനങ്ങനെ തിന്നിട്ടില്ല, ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്തത് വേറെ ആരാണ്ടാണ്. അവളെ ചൂണ്ടിക്കാണിച്ചു. കണ്ടോ, സ്വന്തം ജീവിത പങ്കാളിയുടെ മേൽ കുറ്റമാരോപിക്കുന്നു. സ്വന്തം ജീവിത പങ്കാളിയെ അവൻ കുറ്റക്കാരിയാക്കുന്നു. എന്നിട്ട് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ചിത്രം ഇതാണ്. ആര് നശിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പം വരരുത്. അതെൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭാര്യ നശിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മക്കൾ നശിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പം വരരുത്, എനിക്ക് നഷ്ടം വരരുത്, എനിക്ക് കുറവുണ്ടാവരുത്. ഇങ്ങനെ എന്നിലേക്ക് ഞാൻ തിരിയുകയാണ്. ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യൻ സ്വയം കേന്ദ്രീകൃതനായി. അവന് കുഴപ്പം വരരുത്, മറ്റാർക്ക് കുഴപ്പം വന്നാലും കുഴപ്പമില്ല, ഈ നാടിന് കുഴപ്പം വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പവും വരരുത്. അവൻ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യൻ സ്വയം കേന്ദ്രീകൃതനായി ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ബാക്കി പത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഒരു ചേട്ടനും ഇനിയും കൂടെ ബലിയർപ്പിക്കാൻ പോയി, അല്ലെ പ്രാർത്ഥിക്കാൻ പോയി.
ചേട്ടൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടില്ല എന്ന് അവന് തോന്നുന്നു. അനിയൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കൈക്കൊണ്ടതെന്ന് അവന് തോന്നുന്നു. അനിയനെ ദൈവം വാരിക്കോരി അനുഗ്രഹിച്ചു എന്ന് അവന് തോന്നുന്നു. എനിക്ക് ദൈവം ഒന്നും തന്നില്ല എന്ന് അവന് തോന്നുന്നു. എന്നോട് ദൈവം നീതി കാണിച്ചില്ല എന്ന് അവന് തോന്നുന്നു. അനിയന് ദൈവം എല്ലാം ശരിയാക്കി കൊടുത്തു എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ സംഭവിച്ചതെന്താ? അവിടെ അനിയനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുന്ന ചേട്ടൻ. ഇതിൻ്റെ അർത്ഥം എന്താ? ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് അവരൻ്റെ ഉയർച്ച അംഗീകരിക്കാൻ പറ്റില്ല, അവരുടെ വളർച്ച അംഗീകരിക്കാൻ പറ്റില്ല. അത് ഏറ്റവും സ്വന്തക്കാരനാണെങ്കിൽ പോലും, ഒരമ്മയുടെ വയറ്റിൽ പിറന്ന അനുജനോ ജ്യേഷ്ഠനോ ആണെങ്കിൽ പോലും എന്നേക്കാൾ അവൻ വളർന്നു ഉയർന്നു എന്ന് തോന്നിയാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല. ഇതാണ് ജീവനില്ലാത്ത മനുഷ്യൻ്റെ ചിത്രം. പിന്നെ ഏഷണിയായി, കലഹമായി, പിന്നെ അവനെ താറടിച്ച് കാണിക്കലായി. കാരണം ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് അവരൻ്റെ ഉയർച്ചയെ സഹിക്കാൻ സാധിക്കില്ല. പിന്നീട് നമ്മളിങ്ങനെ പഴയ നിയമ ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതെല്ലാം ഈ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ പരമ്പരയാണ്. ഒരു ഭാര്യയെക്കൊണ്ട് ഒരു മനുഷ്യന് സംതൃപ്തനാകാൻ പറ്റുന്നില്ല. പറഞ്ഞു വരുന്നത് ദാവീദിനെ കുറിച്ചാണ്. അവസാനം അയാളുടെ പട്ടാളക്കാരനായ ഉറിയായുടെ ഭാര്യയെ സ്വന്തമാക്കി അവളോടൊത്ത് ശയിച്ച് പാപം ചെയ്ത് നോക്കൂ, ആ മനുഷ്യന് സ്വന്തം ജീവിത പങ്കാളിയിൽ തൃപ്തി കണ്ടെത്താനാവുന്നില്ല. ഇങ്ങനെ മനുഷ്യൻ്റെ പരാക്രമങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ പരാക്രമങ്ങളുടെ തുടർ കഥകളാണ് നമ്മൾ പിന്നീട് പഴയ നിയമ ചരിത്രത്തിലുടനീളം വായിക്കുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈശോ മിശിഹ വന്നത്? എന്തിനാണ് ഈശോ മിശിഹ ദൈവത്തിൻ്റെ രൂപത്തിൽ നിന്നും മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വന്നത്? എന്തിനാണ് ആ കർത്താവായ ഈശോ മിശിഹ തല്ലുകൊണ്ടത്? എന്തിനാണ് കർത്താവായ ഈശോ മിശിഹ മുഖത്ത് തുപ്പലേറ്റത്? എന്തിനാണ് കർത്താവായ ഈശോ മിശിഹ നഗ്നനാക്കി ആ ജനസാമാന്യത്തിൻ്റെ മുമ്പിൽ നിർത്തപ്പെട്ടത്? എന്തിനാണ് എടുക്കാൻ മേലാത്ത കുരിശുമായിട്ട് അവനെ ആ തെരുവിലൂടെ അവർ വലിച്ചിഴച്ചത്? എന്തിനാണ് അവസാനം ആ കാൽവരി മലയുടെ ആ കുരിശിൽ അവനെ കെട്ടിത്തൂക്കി സകല സന്ധിബന്ധങ്ങളും വലിഞ്ഞു മുറുകി മരണവപ്രാളം അതിൻ്റെ ആഴത്തിൽ അനുഭവിച്ച് ആ കുരിശിൽ കിടന്ന് പിടഞ്ഞ് അവൻ മരിച്ചത്? പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവനെ മനുഷ്യർക്ക് പങ്കുവെച്ചു കൊടുക്കാനാണ്. അവൻ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ ജീവിക്കാനാണ്. എങ്ങനെയാണ് അവനിവിടെ ഈ മണ്ണിൽ ജീവിച്ചത്? അവൻ കരഞ്ഞ് കലങ്ങി പ്രാഗി നേർന്ന് അല്ല അവനിവിടെ ജീവിച്ചത്. ഈ മണ്ണിൽ സുൽത്താനെ പോലെയാണ് അവൻ ജീവിച്ചത്, രാജാവിനെ പോലെ. രാജാവായിട്ടാണ് ഈശോ മിശിഹ ഈ മണ്ണിൽ ജീവിച്ചത്. ഒരു കുറവുമില്ലാത്തവനായിട്ടാണ് അവൻ ഈ മണ്ണിൽ ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മണ്ണിൽ ആനന്ദത്തോടെ, സംതൃപ്തിയോടെ, വർദ്ധിച്ച ആഹ്ലാദത്തോടെ, എങ്ങോട്ട് നോക്കിയാലും എനിക്ക് ആനന്ദത്തിൻ്റെ കാരണമേ ഉള്ളൂ. ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, ഞാൻ കൃഷി ചെയ്യുന്ന ഭൂമി, എൻ്റെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി, എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ വീടിന് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ ഭർത്താവ്, എൻ്റെ ഉദരത്തിൽ വളർന്ന അല്ലെങ്കിൽ എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ കുഞ്ഞുങ്ങൾ. എങ്ങോട്ട് നോക്കിയാലും പ്രിയപ്പെട്ടവരെ നമുക്ക് ആഹ്ലാദിക്കാനുള്ള വകുപ്പേ ഉള്ളൂ. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ദൈവത്തിൻ്റെ കരുതലും വാത്സല്യവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ അകത്തേക്ക് വലിക്കുന്ന വായു ഞാൻ പോലും അറിയാതെ പുറത്തേക്ക് വരാൻ എൻ്റെ ശരീരത്തിൽ ദൈവം എന്ത് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എങ്ങോട്ട് നോക്കിയാലും എനിക്ക് സംതൃപ്തിയാണ് തോന്നേണ്ടത്. മനോഹരമായ ഒരു ജന്മം, മനോഹരമായ ഒരു ജീവിതം, മനുഷ്യ ജീവിതം, അർത്ഥമുള്ള ജീവിതം. എങ്ങോട്ട് നോക്കിയാലും എനിക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും സ്നേഹവും. എവിടെ നോക്കിയാലും എനിക്കുണ്ടാകേണ്ടത് സ്നേഹമാണ്. കാരണം ഞാൻ മണ്ണിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മണ്ണ് എനിക്ക് ഫലം തരുന്നു. എനിക്ക് സ്നേഹമാണ് തോന്നേണ്ടത്. ഞാൻ കുഴിച്ചു വയ്ക്കുന്ന ഒരു തേങ്ങ കൊണ്ട് കുഴിച്ചു വെച്ചു, ആ തേങ്ങയിൽ നിന്നും എനിക്ക് ഫലമുണ്ടാകുന്നു. ഒരു മാങ്ങയുടെ വിത്ത് ഞാൻ കൊണ്ട് കുഴിച്ചു വെച്ചു, അതിൽ നിന്നും മാവ് ഫലം പുറപ്പെടുവിക്കുന്നു. നോക്കൂ, ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും എനിക്ക് ഫലം തരുന്നു.
അപ്പോൾ എനിക്ക് എങ്ങോട്ട് നോക്കിയാലും എൻ്റെ ദൈവം അവൻ്റെ സമൃദ്ധിയിൽ എനിക്കെല്ലാം തന്നിരിക്കുന്നു, സുന്ദരമായ ജീവിതം തന്നിരിക്കുന്നു. ഇങ്ങനെ തികഞ്ഞ ആനന്ദം തോന്നേണ്ട മനുഷ്യൻ പക്ഷേ ഇന്ന് പലപ്പോഴും ജീവിക്കുന്നത് ശുഷ്കമായ ജീവിതമാണ്. പലപ്പോഴും മനുഷ്യരുടെ ജീവിതം ശുഷ്കമായ ജീവിതമാണ്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ പരിഗണിക്കാൻ ആരുമില്ല, ആർക്കും എന്നെ വേണ്ട, എന്നോട് ആർക്കും ഇഷ്ടമല്ല, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ മക്കൾക്ക് എന്നെ വേണ്ട. ഇനി കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നതോ മാതാപിതാക്കൾക്ക് തിരിച്ചു വ്യത്യാസമാണ്. ഇങ്ങനെ എന്തെല്ലാം പ്രിയപ്പെട്ടവരെ, അസംതൃപ്തരായ മനുഷ്യരെ നമുക്ക് ചുറ്റും, നമ്മൾ പോലും എത്രയോ അസംതൃപ്തരായി ജീവിക്കുന്നു. ഇത് മരണത്തിൻ്റെ നിഴലിലുള്ള ജീവിതമാണ്, അഥവാ ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട ജീവിതമാണ്. ഇങ്ങനെയുള്ള ജീവിതങ്ങളിലേക്കാണ് കർത്താവായ ഈശോ മിശിഹ കടന്നു വന്നത്. ഒരു ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സ്ത്രീ ജീവൻ നഷ്ടപ്പെട്ട സ്ത്രീയാണ്. ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട സ്ത്രീ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ആരുമില്ലാത്ത തക്കം നോക്കി അവൾ സമറിയാക്കാരി സ്ത്രീ ആ കിണറിൻ്റെ കരയിൽ, പൊതു കിണറിൻ്റെ കരയിൽ എല്ലാവരും പോയ തക്കം നോക്കി അവൾ വെള്ളം കോരാൻ വരുന്നു. കാരണം എന്താ? അവൾ ഒറ്റപ്പെട്ടവളാണ്. ഇതാണ് ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ. എന്നെ ആർക്കും വേണ്ട, എനിക്കാരെയും വേണ്ട. ഇതാണ് ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ചിത്രം. അവൾ ഒറ്റപ്പെട്ടവളാണ്. എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട, ഞാൻ ആരുടെ വീട്ടിലേക്കും വരുന്നുമില്ല. എനിക്കാരുടെയും സഹായം വേണ്ട, എന്നെ ആരും സഹായിക്കാനും വരണ്ട. ഇത് ഒറ്റപ്പെട്ട മനുഷ്യരുടെ ചിത്രമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ത്രീ ആ കിണറിൻ്റെ കരയിൽ വെള്ളം കോരാൻ വരുമ്പോൾ അവളെ കാത്ത് നോക്കണം, ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട ഈ വ്യക്തിയെ കാത്ത് ഈശോ മിശിഹ ആ കിണറിൻ്റെ കരയിൽ ഇരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. എന്തിന്? ഈ ഒറ്റപ്പെട്ട് ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെട്ട് മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുന്ന ഒരു സ്ത്രീ അവിടെ വരും. അവൾക്ക് ജീവൻ്റെ സമൃദ്ധി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവളെ കർത്താവ് കണ്ടുമുട്ടുന്നു. ഫലം എന്താ? ആദ്യം കുറച്ച് വാദപ്രതിവാദങ്ങളും തർക്ക കോലാഹലങ്ങളും ഒക്കെ അവൾ നടത്തുന്നുണ്ട്. പക്ഷേ അവസാനം അവൾക്ക് മനസ്സിലായി. ഈശോ അവളോട് എന്താ പറഞ്ഞത്? ഞാൻ തരുന്ന ജലം കുടിച്ചാൽ പിന്നീട് നിനക്ക് ദാഹിക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് സമൃദ്ധി ഉണ്ടാവും, ജീവൻ്റെ സമൃദ്ധി. അതാണ് ഞാൻ. അവൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായോ മനസ്സിലായില്ലയോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അവൾ അവൻ്റെ കാൽക്കൽ അവളെ തന്നെ സമർപ്പിച്ചു എന്ന് സുവിശേഷം എഴുതി വച്ചിട്ടുണ്ട്. ഫലം എന്താ? തിരിച്ചവൾ ഓടിയത് ആരുമില്ലാത്ത അവളുടെ കുടിലിലേക്കല്ല, അവളുടെ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്കല്ല. തിരിച്ചവൾ ഓടുന്നത് സമൂഹത്തിലേക്കാണ്. സമൂഹജീവിയായി. ഇനി അവൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, ഒരു സമൂഹത്തിൻ്റെ കൂടെ ആനന്ദ നൃത്തം ചവിട്ടിയാണ് പിന്നീട് അവൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാറ്റം സകല മനുഷ്യരിലും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈശോ മിശിഹ തൻ്റെ ജീവനെ കുരിശിൽ സമർപ്പിച്ചത്. ആ ജീവൻ നമുക്ക് നൽകി ഇവിടെ ആനന്ദ നൃത്തം ചവിട്ടി ജീവിക്കാൻ. നമുക്ക് തിരിഞ്ഞു നോക്കാം. എൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നഷ്ടപ്പെട്ട, ഒരു സംതൃപ്തിയുമില്ലാത്ത കുടുംബത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് സംതൃപ്തി നഷ്ടപ്പെട്ട ഉണങ്ങി വരണ്ട മരം കണക്ക് ജീവിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അതോ എവിടെ നോക്കിയാലും കണ്ണുകളുടെ തിളക്കം, എൻ്റെ ഭൂമിയിലേക്ക് നോക്കിയാൽ, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് നോക്കിയാൽ, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് നോക്കിയാൽ ഒക്കെ എനിക്ക് തിളക്കം, അങ്ങനെ സമൃദ്ധിയുടെ സംതൃപ്തിയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ ഞാൻ? പരിശോധിച്ച് നോക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ എന്ന്. കർത്താവായ ദൈവമേ, കുരിശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ പകുത്തു നൽകി, അങ്ങയുടെ ജീവനെ ഞങ്ങൾക്ക് പങ്കുവെച്ച് നൽകി. ആ ജീവനെ സ്വീകരിച്ച് സംതൃപ്തിയോടെ, അതിലുപരി ജീവൻ്റെ സമൃദ്ധിയിൽ ഞങ്ങളുടെ ഈ ലോക ജീവിതത്തെ ഇവിടെ ആഘോഷിക്കാൻ കർത്താവായ ഈശോയെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉണങ്ങി വരേണ്ട എല്ലാ അവസ്ഥകളെയും സമറിയാക്കാരി സ്ത്രീ സമർപ്പിച്ചതുപോലെ അങ്ങയുടെ പാദത്തിങ്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം.
ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം